ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 38, പേജ് നമ്പർ 602. ത്വമാദിദേവഃ പുരുഷഃ പുരാണസ്ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. പദാനുപദം. ത്വം അങ്ങ്, ആദിദേവഃ ആദിമനായ പരമദൈവം, പുരാണഃ പുരാണനായ, പുരുഷഃ പുരുഷനും, അസി ആകുന്നു, ത്വം അങ്ങ്, അസ്യ വിശ്വസ്യ ഈ വിശ്വത്തിൻ്റെ, പരം ദിവ്യമായ, നിധാനം ആശ്രയസ്ഥാനമാകുന്നു, വേത്ത ജ്ഞാതാവും, വേദ്യം ച ജ്ഞേയവും, പരം ദിവ്യമായ, ധാമ ച ധാമവും ആശ്രയസ്ഥാനം, അസി ആകുന്നു, അനന്തരൂപ ഹേ അനന്തരൂപ, ത്വയാ അങ്ങയാൽ, വിശ്വം വിശ്വം, തതം വ്യാപ്തമായിരിക്കുന്നു. വിവർത്തനം. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങുതന്നെ. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങുതന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിലാണ് പ്രപഞ്ചമെല്ലാം വിശ്രമിക്കുന്നത്. അദ്ദേഹമാണ് ആത്യന്തികമായ അഭയസ്ഥാനം. നിധാനമെന്നതുകൊണ്ട് സർവ ആവിഷ്കാരങ്ങളും ബ്രഹ്മജ്യോതിസ്സുപോലും കൃഷ്ണനിൽ വിശ്രമിക്കുന്നുവെന്ന് സ്പഷ്ടം. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെന്തും അദ്ദേഹത്തിന് അറിയാം. അറിവിന് ഒരു അതിരുണ്ടെങ്കിൽ അതും അദ്ദേഹം തന്നെ. അതുകൊണ്ട് വേദ്യനും വേത്താവും അദ്ദേഹം തന്നെ. സർവവ്യാപിയാകയാൽ അറിയേണ്ടവനും ആധ്യാത്മിക ലോകത്തിൻ്റെയും കാരണഭൂതനാകയാൽ അതീന്ദ്രിയനും ആണ് അവിടുന്ന്. അതീന്ദ്രിയ ലോകത്തിലെ പ്രധാന പുരുഷനാണ് കൃഷ്ണൻ. ഹരേ കൃഷ്ണ.